ഒരു കാട്ടിൽ ടീനു കിളിയും ചിങ്കി കിളിയും താമസിച്ചിരുന്നു. രണ്ടുപേരുടെ കൂട് നേർക്ക് നേരെയായിരുന്നു. എന്നിട്ടും ടീനു കിളി ചിങ്കു കിളിയോട് മിണ്ടാതെ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ചിങ്കി കിളി ഒരു മുട്ടയിട്ടു. ടീനു കിളി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഈശ്വര, ഈ മുട്ടയുടെ അടുത്ത് ഇരുന്നിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്കാണെങ്കിൽ കുറച്ചൊന്ന് കറങ്ങാൻ തോന്നുവാ. ഇത് പറഞ്ഞ് അവൾ പറക്കാൻ പോയതും അപ്പോഴേക്കും ടീനുക്കിളി അവളോട് പറഞ്ഞു, അതെ ചിങ്കിക്കിളി, സ്വന്തം മുട്ടേനെ കൂടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോണത് അത്ര നല്ലതല്ല. അതിനെന്തെങ്കിലും പറ്റിയാലേ നീ എന്ത് ചെയ്യും? എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മുട്ടേനെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായി അറിയാം. 10 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. മുട്ടയ്ക്ക് ചിറകൊന്നുമില്ലല്ലോ പറന്നു പോകാനായിട്ട്. ഇത് പറഞ്ഞ് ചിങ്കിക്കിളി അതിന്റെ കൂടിൽ നിന്നും പറന്നുപോയി. ശരി, ഇനി ഞാൻ തന്നെ ഇവളുടെ മുട്ട നോക്കിക്കോളാം. ഇവൾക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. അപ്പോഴേക്കും ടീനുക്കിളിയുടെ അടുത്ത് മോനു പ്രാവ് വന്നു. ടീനു പക്ഷി, പെട്ടെന്ന് വരൂ. നിന്റെ സഹോദരി മീനുപക്ഷി നിന്നോട് വരാൻ പറഞ്ഞു. അവർക്ക് വീണ്ടും വയറ് വേദനിക്കുന്നുണ്ടെന്ന്. അയ്യോ, അവളുടെ വയറുവേദന ഇതെന്താ മാറാത്തത്? എല്ലാ 2 ദിവസം ആവുമ്പോ അതിങ്ങനെ വന്നോണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞ് പ്രാവിനോട് അവൾ പറഞ്ഞു, ആ ശരി, ഞാൻ വരാം. ആദ്യം നമുക്ക് മീനുപാകി പോയിട്ട് ഔഷധങ്ങളൊക്കെ പറിച്ചെടുത്ത് അവളുടെ അടുത്തോട്ട് പോവാം. ടീനു കിളി മോനു പ്രാവിന്റെ കൂടെ പറന്നുപോയി. ഇപ്പോ ആ മുട്ട ഒറ്റയ്ക്കായിരുന്നു. ടീനു കിളി ആ മുട്ടയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. മീനു കിളിക്ക് ഔഷധങ്ങളൊക്കെ കൊടുത്ത് അവൾ ഓടിപ്പറന്ന് അവളുടെ സ്ഥലത്തോട്ടെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും ചിങ്കി കിളിയുടെ കൂടിൽ ആ മുട്ട കാണുന്നില്ല. അവൾ ഞെട്ടിപ്പോയി. അയ്യോ, ഈ മുട്ട എവിടെയാണ് പോയത്? ഈ കൂടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ചിങ്കി കിളി അവിടെ എത്തി. അവള് നോക്കിയപ്പോ അവളുടെ മുട്ട കാണുന്നില്ല. ടീനു കിളിയാണെങ്കിൽ അവളുടെ കൂടിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. നീ എന്റെ മുട്ടനെ എന്താ ചെയ്തേ? എവിടെ കൊണ്ടാ കളഞ്ഞത്? ഞാൻ എന്തിനാ നിന്റെ മുട്ടയെ കളയുന്നത്? അത് കാണാതെ ആയപ്പോ ഞാൻ ഞെട്ടിയിരിക്കുക. നീ നിന്റെ കൂടിന്റെ അവിടെ അല്ലായിരുന്നോ? എന്തിനാ എന്റെ ഇവിടെ വന്നത്? നീ തന്നെയാ കൊണ്ടു കളഞ്ഞത് എന്റെ മുട്ടേനെ. രണ്ടുപേരും കൂടെ ചേർന്ന് സംസാരമായി. ടീനു ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ ചിങ്കി കിളി അതൊന്നും കേട്ടില്ല എന്ന് നടിച്ചവിടെ ഇരുന്നു. ഇപ്പൊ അവൾക്ക് ടീനുവിനെ ഒട്ടും കണ്ടുകൂടാതെയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടീനു കിളിയും ഒരു മുട്ടയിട്ടു. അത് കണ്ട് ചിങ്കി കിളിക്ക് ഒരുപാട് അസൂയ തോന്നി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടീനുവിന്റെ അടുത്ത് മോനു പ്രാവ് വീണ്ടും വന്നു. ടീനു പക്ഷി, പെട്ടെന്ന് എന്റെ കൂടെ വരൂ. എന്തുപറ്റി? വീണ്ടും മീനുക്ക് വയ്യാണ്ടായോ? മീനുവിനൊന്നും പറ്റിയില്ല. എന്റെ ഭാര്യയുടെ ചെറുകിന് പരിക്കേറ്റിട്ടുണ്ട്. അവള് വല്ലാത്ത വിഷമത്തിലാണ്. പക്ഷെ ഇപ്പൊ എന്റെ കിളിക്കൂടിൽ ഒരു മുട്ടയുണ്ടല്ലോ. ഇതിനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ എങ്ങനെയാ വരിക? അല്ല, അങ്ങോട്ട് നോക്കൂ, അവിടെ ചിങ്കിപ്പക്ഷിയല്ലേ ഇരിക്കുന്നത്. അവര് നോക്കിക്കോളൂല്ലേ എല്ലാം. ചിങ്കി കിളിയുടെ അടുത്ത് എന്തേലും പറയാനായിട്ട് ടീനു കിളിക്ക് ധൈര്യമുണ്ടായില്ല. പക്ഷെ സോനു പ്രാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളോട്. ശരി, നിങ്ങൾ പോയി വരുന്നവരെ ഞാനിത് ശ്രദ്ധിച്ചു കൊള്ളാം. ഇത് കേട്ട് ടീനു കിളി ചിങ്കി കിളിയോട് ഒരുപാട് നന്ദി പറഞ്ഞു. സോനു പ്രാവിന്റെ കൂടെ ടീനു കിളി പോയി. ഇവൾ എന്റെ മുട്ടേനെ നഷ്ടപ്പെടുത്തിയതല്ലേ? ഇനി ഇവളോട് പകരം വീട്ടേണ്ട സമയമായിരിക്കുന്നു. ചിങ്കിക്കിളി 2 തീരുമാനിച്ച് അവിടെ നിന്ന് പറന്നുപോയി. എന്നിട്ട് കാലു കഴുകനെ അവിടെ കൊണ്ടുവന്നു. ഇത് കൊള്ളാലോ, നല്ല ഒരു മുട്ടയല്ലേ ആയിരിക്കുന്നത്. അതെ, ഇത് നിന്റേതാണ്. നീ ഇതിനെ ഇപ്പൊ തന്നെ ഭക്ഷിച്ചോ. കാലു കഴുകൻ ആ മുട്ടയെ തിന്നു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, സന്തോഷമായി. ഇനി പറയൂ, എനിക്കുള്ള അടുത്ത വിരുന്ന് എപ്പോഴാണ്? ഉടനെ തന്നെ ഉണ്ടാവും. അടുത്ത മുട്ട വരുമ്പോ തന്നെ ഞാൻ നിന്നെ വിളിക്കാം. ഇത് കേട്ട് കഴുകൻ അവിടുന്ന് പറന്നുപോയി. അപ്പോഴേക്ക് ടീനു കിളി തിരിച്ചു വന്നു. കിളിക്കൂടിൽ മുട്ട കാണാതെ ആയപ്പോ ടീനു കിളിയുടെ അവസ്ഥ വളരെ മോശമായി. ചിങ്കി, എന്റെ മുട്ട എവിടെ പോയി? നീയല്ലേ നോക്കിക്കോളാന്ന് പറഞ്ഞത്? ഞാൻ ഒരുപാട് ശ്രമിച്ചു അതിനെ രക്ഷപ്പെടുത്താൻ. പക്ഷെ കാലു കഴുകൻ അത് വന്ന് തിന്നോണ്ട് പോയി. എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് ടീനു കിളിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ തുടങ്ങി. അവളുടെ ഹൃദയത്തിന് ഒരുപാട് നോവായി അത്. ചിങ്കി മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. പിന്നീട് ടീനു കിളി സംസാരിക്കുന്നതൊക്കെ നിർത്തി. ആരോടും മിണ്ടാതെ ഒരു മൂലക്കിരിക്കും. അടുത്ത ദിവസം ചിങ്കി കിളി ഒരു മുട്ടയിട്ടു. അവൾ അതിനെ സുരക്ഷിതമാക്കാൻ നോക്കി. ഇപ്രാവശ്യം എന്റെ മുട്ടേനെ ഞാൻ നന്നായി തന്നെ നോക്കും. ഇതിനെ ഒറ്റയ്ക്ക് ഞാൻ ഒരിക്കലും ഇടില്ല, എന്തു തന്നെ വന്നാലും. ടീനു കിളിക്ക് ചിങ്കി കിളിക്കൂടില് മുട്ട കണ്ടപ്പോ അവളുടെ മുട്ടയാണ് ഓർമ്മ വന്നത്. ചിങ്കി കിളിക്ക് മുട്ട ഉണ്ടായ കണ്ടപ്പോ അവക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതേ വൈകുന്നേരം കാലു കഴുകൻ ചിങ്കി കിളിയുടെ അടുത്ത് വന്നു. ചിങ്കിപ്പക്ഷി, നിന്റെ കൂട്ടിൽ മുട്ടയുണ്ടല്ലോ, എന്നിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇതെന്ത് തോന്നിവാസമാണ്?
ഇതെന്റെ മുട്ടയാ. ഞാൻ എന്തിനാ എന്റെ മുട്ട നിന്നെ തീറ്റിക്കുന്നത്? നീയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് ഉടൻ തന്നെ മറ്റൊരു വിരുന്ന് തരാന്ന്. അത് തന്നില്ലെങ്കിൽ നിനക്ക് ഞാനൊരു വിരുന്ന് തരും. ഇങ്ങനെ പറഞ്ഞ് അവളുടെ മുട്ടയുടെ അടുത്തോട്ട് പോയി. എന്നിട്ട് ചിങ്കിക്കിളിയ സ്വന്തം മുട്ടേനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. മാറി നിക്ക ചിങ്കി. നീ എന്തൊക്കെ ശ്രമിച്ചാലും ഞാൻ എന്റെ മുട്ട നിനക്ക് തരില്ല. ചിങ്കിക്ക് ഒരുപാട് പരിക്കേറ്റിരുന്നു. എന്നിട്ടും സ്വന്തം മുട്ട രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മോനു പ്രാവും ടീനു കിളിയും അവിടെ എത്തുകയും ചെയ്തു. ഇട ദുഷ്ടക്കഴുക, ഞാൻ ഇന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. 3 പേരും കൂടെ ചേർന്ന് കാലുകഴുകനെ കുത്തും. കാലുകഴുകന് സഹിക്കാൻ വയ്യാതെ അവിടെന്ന്, അയ്യോ, 3 പക്ഷികളും കൂടി എന്നെ കൊല്ലുന്നേ. കാണിച്ചു തരാം, 3 പേർക്കും ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് കാലുകഴുകൻ അവിടെന്ന് പറന്നുപോയി. ചിങ്കിക്കിളി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഒട്ടും വിഷമിക്കേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. നിനക്കും നിന്റെ മുട്ടയ്ക്ക് ഒരു ആപത്തും വരില്ല. ഇത് കേട്ടപ്പോ ചിങ്കിക്കിളിക്ക് ചെയ്ത തെറ്റ് ഓർമ്മ വന്നു. അവൾ കരഞ്ഞുകൊണ്ട് എല്ലാം ടീനു കിളിയോട് പറഞ്ഞു. അത് കേട്ട് ടീനുവിന് ഒരുപാട് സങ്കടമായി. നീ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എന്റെ മുട്ടേനെ ഇല്ലാണ്ടാക്കി. പക്ഷെ ഞാൻ നിന്റെ മുട്ടയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഇതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. ഇത് പറഞ്ഞ് ടീനു കിളി അവിടുന്ന് പറന്നുപോയി. എന്നിട്ട് ചിങ്കിക്കിളിയുടെ ദേഹത്ത് പുരട്ടാനായിട്ട് ഔഷധങ്ങൾ കൊണ്ടുവന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ടീനുകിളി വീണ്ടും ഒരു മുട്ടയിട്ടു. ടീനുകിളിയോട് ചിങ്കിക്കിളി ഒരുപാട് മാപ്പ് പറഞ്ഞു. അവരുടെ സൗഹൃദം ഇപ്പൊ ഉറപ്പായി. ടീനുകിളി എവിടെയും പോകുമ്പോ ചിങ്കിക്കിളിയുടെ മുട്ടയും ടീനുകിളിയുടെ മുട്ടയും നോക്കുമായിരുന്നു. എന്നാൽ ചിങ്കിക്കിളി പോകുമ്പോ ടീനുകിളി നോക്കുമായിരുന്നു എല്ലാം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവരുടെ മുട്ടയിൽ നിന്നും കുഞ്ഞുകിളി വന്നു. അങ്ങനെ രണ്ടുപേരുടെ ജീവിതം സുന്ദരവും മനോഹരമായി.